ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിൽ ഓരോ ഹദീസ് എഴുതുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ അടുത്തിരുന്ന് അവിടുത്തെ ഖബറിന്റെ അടുത്തിരുന്ന് എഴുതി. ആ പതിവിനെ സ്വീകരിച്ചു. ആ പതിവിനെ സ്വീകരിച്ച പണി വിദഅത്താണോ? ഇമാം ബുഖാരി ഓരോ ഹദീസ് എഴുതുമ്പോൾ അവിടെ രണ്ടൊക്കെ നിസ്കരിച്ചല്ലോ എന്നാണ്. അത് ഉസ്താദേ, അതിനാണ് സാധാരണ സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയാ. അത് ഹദീസിലുള്ള കാര്യമാണ്, അത് ബിദഅത്തല്ല. ഇസ്തിഖാറത്ത് നിസ്കരിച്ച് പരിചയമാണ്, അപ്പോഴേ അറിയുള്ളൂ. അത് ഇസ്തിഖാറത്ത് ഖൈറത്ത് തേടാൻ വേണ്ടിയുള്ള നിസ്കാരമാണ്. അതിനപ്പുറത്ത് ശർഈയായ ഒരു പുതിയ ആചാരം ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ബിദഅത്ത് ചെയ്തോ എന്ന ചോദ്യം പ്രസക്തവുമല്ല. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിന്റെ തറാജിമുകൾ എഴുതിയത് ബൈന ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മിംബരിഹി. മിംബറിന്റെയും ഖബറിന്റെയും ഇടയിൽ ഇരിക്കുന്ന ഇരുത്തത്തിന്റെ പേരാണോ ഇസ്തിഖാറത്ത്? ഹദീസ് എഴുതുന്ന നേരത്ത് കുളിക്കുന്ന കുളിയുടെ പേരാണോ ഇസ്തിഖാറത്ത്? അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പതിവ് എവിടുന്ന് കിട്ടി? ഇനിയിപ്പോ ഇമാം ബുഖാരി കുളിച്ചു, അത് എവിടുന്ന് കിട്ടി? ഇമാം ബുഖാരി നബിയുടെ ഖബറിനും നബിയുടെ മിമ്പറിനും ഇടയിൽ ഇരുന്നു കൊണ്ടായി എവിടുന്ന് കിട്ടി? സഹോദരന്മാരെ, ആ സ്ഥലത്തിന് റൗള എന്ന് പറയാ. നബിയുടെ ഖബറും നബിയുടെ മിമ്പറും എടുക്കുന്ന സ്ഥലം മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ റൗള. ആ റൗള ഇരുന്നു കൊണ്ട് ഹദീസ് എഴുതിയതാണോ നിങ്ങൾ ബിദഅത്ത് ചോദിക്കുന്നത്? അത് എവിടുന്ന് കിട്ടിയതാണ്? അത് നബി തങ്ങളിൽ നിന്ന് കിട്ടി, സ്വഹാബത്തിൽ നിന്ന് കിട്ടി, താബിഈങ്ങളിൽ നിന്ന് കിട്ടി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കേട്ടുപഠിച്ച പണ്ഡിതന്മാരൊക്കെ അവിടെ ഇരുന്നിട്ട് ഹദീസ് പഠിപ്പിച്ചവരാണ്. നിങ്ങൾ ചോദിച്ച ഇമാം മാലിക് പരിചയമുണ്ട്. ഇമാം മാലിക് അവിടെ നിന്ന് ഹദീസ് പഠിപ്പിച്ചത്. ഇമാം മാലിക് കുളിച്ചിട്ട് ഹദീസ് പഠിപ്പിച്ചത്. ഇമാം മാലിക് ഒരു ഹദീസ് പഠിപ്പിക്കാൻ വരുമ്പോൾ കുളിച്ച് ശുദ്ധിയാക്കി മുടി ചീകി സുഗന്ധം ഉപയോഗിച്ച് ഇരുന്നു കൊണ്ടാണ് ഹദീസ് പഠിപ്പിക്കാറുള്ളത്. നടന്നുകൊണ്ട് പോലും പറയാറില്ല. എന്താ കാരണം അറിയോ? തഅ്ളീമൻ ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹദീസിനുള്ള ബഹുമാനം കാരണമെന്നാണ് ഇമാം മാലിക് പറഞ്ഞത്. അത് പ്രത്യേക സുന്നത്തായി പറഞ്ഞതല്ല, അത് പ്രത്യേക ഇബാദത്തായി പഠിപ്പിച്ചതല്ല. ആ ഹദീസിന് ബഹുമാനമുണ്ട്, ആ ബഹുമാനം കളഞ്ഞു കുളിക്കാൻ പാടില്ല എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിച്ച മാതൃക. ആ ഇമാം മാലിക്കിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാരിൽ കണ്ടും അവരൊപ്പം നടന്നുമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ ദീന് പഠിച്ചത്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അതേ മാതൃക സ്വീകരിച്ചത്. അത് നമ്മളും സ്വീകരിക്കേണ്ടതാണ്. അതൊന്നും നബിദിനം ആഘോഷിക്കാൻ തെളിവാകില്ലല്ലോ, അല്ലെങ്കിൽ ദീൻ തെളിവാകുക. അതുകൊണ്ട് എങ്ങനെ നബിദിനം ആഘോഷിക്കാൻ തെളിവാ? എന്നാ വേണ്ട, ആ ഇമാം ബുഖാരി നബിദിനം ആഘോഷിച്ചോ, അത് കാണിക്കുക. അതല്ല വേണ്ട, ഇമാം ബുഖാരി കുളിച്ചത് നിങ്ങളെത്തുണ്ട്. ഇത് എന്തായാലും കുളിച്ച ഇമാം ബുഖാരി നബിദിനം ആഘോഷിക്കാതൊക്കെ റബീഉൽ 12 ഇമാം ബുഖാരി കുളിച്ചു പ്രത്യേകിച്ച് എന്നുണ്ടെങ്കിൽ അത് വായിച്ചാൽ പോലെ. അതല്ലേ വായിക്കേണ്ടത്. റബീഉൽ 11 കുളി 12 ഇമാം ബുഖാരി പ്രത്യേകം കുളിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം. അത് നിങ്ങളെത്തില്ല, നമുക്ക് ഉറപ്പാണ്. നിങ്ങൾ ഇമാം മാലിക്കിനെ പറഞ്ഞു, ഇമാം ഷാഫിയെ പറഞ്ഞു, ഇമാം ബുഖാരിയെ പറഞ്ഞു, അവരൊക്കെ ഹദീസ് പഠിപ്പിച്ച ഫദ്ല് പറഞ്ഞു. പക്ഷെ അവരൊക്കെ നബിദിനം ആഘോഷിച്ച ഫദ്ല് എവിടെ? അതാ കിട്ടേണ്ടത്. അതവിടെ വിഷയം. അവരാരും നബിദിനം ആഘോഷിച്ചില്ല. എന്തുകൊണ്ട്? അവരെ കാലത്ത് അങ്ങനെ ഏർപ്പാടേ ഇല്ല. ഈ കണ്ട ഹദീസൊക്കെ ഇങ്ങനെയൊക്കെ ബഹുമാനിച്ച ഇമാം ബുഖാരി ഒരു ഹദീസിൽ നിന്നും നബിദിനം ആഘോഷിക്കാൻ തെളിവ് മനസ്സിലാക്കിയില്ല. 8-ാം വയസ്സിൽ ഹാഫിളായ ഇമാം ബുഖാരി ഫൽയഫ്റഹു എന്ന ആയത്തുണ്ടായിട്ടും അത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് മനസ്സിലാക്കിയില്ല. ലക്ഷക്കണക്കിന് ഹദീസ് ഹിഫ്ളാക്കി ഇമാം ബുഖാരി ഒരു ഹദീസിൽ നിന്ന് പോലും നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് മനസ്സിലാക്കിയില്ല. അതല്ലേ കിട്ടേണ്ടത്? അതുണ്ടെങ്കിൽ വായിക്കി.